Introduction to Literature എന്ന ഫസ്റ്റ് സെമിസ്റ്ററിലെ പേപ്പറിന്റെ മൂന്നാമത്തെ യൂണിറ്റ് ആയ ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും തന്നെ ഈ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചറും സൊസൈറ്റിയും തമ്മിലുള്ള സിമിലാരിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ലെസൺ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും സൊസൈറ്റിയും ലിറ്ററേച്ചറും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. അഥവാ ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ കണക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. സോ നമുക്ക് ആദ്യം തന്നെ ഞാൻ പറയാണ്, ഈ ഒരു യൂണിറ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു യൂണിറ്റ് അല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കി മാത്രം വെക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ലെസണിലൂടെ ലിറ്ററേച്ചറിന്റെയും സൊസൈറ്റിന്റെയും റിലേഷൻഷിപ്പ്, അവരെങ്ങനെയാണ്, അവരുടെ സിമിലാരിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു യൂണിറ്റ് നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. പുസ്തകം ഇരുന്ന് ഇങ്ങനെ മെനക്കെട്ട് പഠിക്കേണ്ട കാര്യമൊന്നും ഇതില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, കേട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് നമുക്കറിയാം ഇത് ലിറ്ററേച്ചറിന്റെ ബേസ് ആണ് അല്ലെ. ലിറ്ററേച്ചർ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളുടെയും ബേസ് ആണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. സോ ഇതില് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. സോ നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ മെനക്കെട്ട് കുത്തിയിരുന്ന് പഠിച്ച് ഓരോ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യവും ഈ ഒരു ലെസണിലില്ല. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിറ്ററേച്ചറും സൊസൈറ്റിയും അഥവാ സമൂഹവുമായിട്ട് ലിറ്ററേച്ചർ ഒരുപാട് കണക്റ്റ് ആയി കിടക്കുന്നു എന്നതാണ്. അതായത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും, അതായത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, ലിറ്ററേച്ചർ തീർച്ചയായിട്ടും ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? അതെ, ജനങ്ങളുടെ ജീവിതവും ആൻഡ് കൾച്ചർ, സംസ്കാരവും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കണ്ണാടിയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് അതത് കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ജീവിതവും അവരുടെ സംസ്കാരവും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കണ്ണാടിയാണ് ലിറ്ററേച്ചർ എന്ന യാഥാർത്ഥ്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതായത് നമുക്കിതിനെ പല രീതിക്കുമാണ് നമുക്കിതിനെ വിശദീകരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഒരു കാലഘട്ടത്ത് ഒരു എഴുത്തുകാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ എഴുത്തുകാരന്റെ ഓരോ വർക്കുകളിലും, അതായത് ആ എഴുത്തുകാരന്റെ ഓരോ സംഭാവനകളിലും അഥവാ അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തുകളിലും നമുക്ക് അതത് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് അദ്ദേഹത്തിന്റെ ആ വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ആവാം. ഓക്കെ, പൊളിറ്റിക്കൽ പരമായിട്ടുള്ളതാവാം, എക്കണോമിക്കൽ സിസ്റ്റം ആവാം. ഓക്കെ, അത് മാത്രമല്ല കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കാം. അഥവാ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളാകാം, അല്ലെ, പ്രോബ്ലംസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ജീവിതമാകാം. അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ടോപ്പിക്കുകൾ, അല്ലെ, മനസ്സിലാവും. അതായത് അതത് കാലഘട്ടത്തിലെ ആൾക്കാരുടെ പ്രശ്നങ്ങളും മാത്രമല്ല, അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും എക്കണോമിക് സിസ്റ്റം, അത് മാത്രമല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ക്ലാസുകളുടെ ക്ലാസിഫിക്കേഷൻ. മനസ്സിലായോ? അതായത് നമുക്ക് ഓരോ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നല്ലോ. ആക്ച്വലി ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ വന്നല്ലോ, അല്ലെ. അതായത് പുരോഹിതന്മാര്, മിഡിൽ ക്ലാസ്, അല്ലെ, ഇത്തരത്തിൽ ക്ലാസ്സുകളുടെ ഓരോ ക്ലാസിഫിക്കേഷൻ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ടോപ്പിക്കുകൾ ആ കലാകാരൻ അഥവാ ആ എഴുത്തുകാരന്റെ ഓരോ വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. അതായത് അതത് സൊസൈറ്റിയിലുള്ള, അതായത് ആ എഴുത്തുകാരന്റെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഓരോ കാര്യങ്ങളും, അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ആ എഴുത്തുകാരനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അഥവാ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നമുക്കത് വ്യക്തമായി കാണാം. ആ എഴുത്തുകാരനെ ഒരുപാട് ഇൻഫ്ലുവൻസ്
ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തെയും മാത്രമല്ല കൾച്ചർ സംസ്കാരത്തെയും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മിറർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതായത് സമൂഹം ലിറ്ററേച്ചറെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് എലിസബത്തൻ പീരിയഡ്. ഓക്കെ, എലിസബത്തൻ പീരിയഡ് അഥവാ റിനൈസൻസ് പീരിയഡിലെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ അത് പഠിച്ചതാണ്. അതായത് എലിസബത്തൻ പീരിയഡിലെ നോവലുകളുടെയും ഡ്രാമകളുടെയും പ്രത്യേകതകളാണ് നമുക്കിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതായത് എലിസബത്തൻ പീരിയഡിലെ ഡ്രാമ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് വെരി ഫ്രീ അല്ലേ. അതായത് അതത് കാലഘട്ടത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഡ്രാമയിലൂടെ ഡ്രാമ എന്ന രൂപത്തിലൂടെ ആൾക്കാരുടെ അഥവാ ഓഡിയൻസിന്റെ മുൻപിൽ ധൈര്യമായിട്ട് തുറന്നടിച്ച പോലെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ത്? എലിസബത്തൻ പീരിയഡ്. എന്നാൽ നേരെ മറിച്ച് സ്പെൻസറിന്റെ അതായത് എഡ്മണ്ട് സ്പെൻസർ എന്ന അദ്ദേഹത്തിന്റെ ഒരു വർക്കുണ്ട്. അതായത് ആ പേര് ദ ഫെയറി ക്വീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വർക്കിന്റെ പേര് എന്ന് പറയുന്നത്. ആ ഒരു വർക്ക് അദ്ദേഹം എഴുതിയത് എന്തിനു വേണ്ടി മാത്രമായിരുന്നു? ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഹൈ ക്ലാസ് സൊസൈറ്റി, അതായത് ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു എഡ്മണ്ട് സ്പെൻസർ എന്ന അദ്ദേഹം ആ പുസ്തകം, അതായത് ഫെയറി ക്വീൻ എന്ന് പറഞ്ഞ ആ പുസ്തകം എഴുതിയത്. മനസ്സിലായി? എന്നാൽ നേരെ മറിച്ച് ആ ഒരു കാലഘട്ടത്തെ നമ്മൾ എലിസബത്തൻ പീരിയഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എലിസബത്തൻ പീരിയഡ് കുറച്ചുകൂടി ലിബറൽ ആയി മാറിയിരിക്കുന്നു. അതായത് എലിസബത്തൻ പീരിയഡിലെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് കുറെ കൂടി എഫക്റ്റീവ് ആയിരിക്കുന്നു. അഥവാ ആ കാലഘട്ടത്തിലെ ഡ്രാമകൾ എന്ന് പറയുന്നത് ആൾക്കാരുടെ ഓഡിയൻസിന്റെ മുൻപിൽ അതത് കാലഘട്ടത്തെ പ്രശ്നങ്ങളും ആ ജനങ്ങളുടെ ജീവിതവും ജീവിത രീതിയും സംസ്കാരവും തന്നെ ആൾക്കാരുടെ മുൻപിൽ അഭിനയിച്ച് കാണിക്കാൻ, അതായത് ആരെയും നോക്കാതെ മിഡിൽ ക്ലാസ് ആണോ എന്ന് നോക്കാതെ, ഹയർ ക്ലാസ് ആണെന്ന് നോക്കാതെ, ലോവർ ക്ലാസ് ആണെന്ന് ഒന്നും നോക്കാതെയുള്ള ആ ഒരു പെർഫോമൻസ് ആയിരുന്നു എലിസബത്തൻ പീരിയഡിൽ ഉണ്ടായിരുന്നത് അല്ലെ. സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ സമൂഹത്തിന്റെ ഓരോ കസ്റ്റംസ്, അതായത് ഓരോ ചിട്ടാരീതികൾ, ഓരോ സംസ്കാരം എല്ലാം തന്നെ ലിറ്ററേച്ചറെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില കാലഘട്ടങ്ങളിൽ നല്ല രീതിക്കാവാം, ചില കാലഘട്ടങ്ങളിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അതായത് നമുക്ക് ഓരോ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തും, അതായത് ഇപ്പോ വേൾഡ് വാർ അല്ലെ, ഒന്നാം ലോക മഹായുദ്ധം നടന്നിരുന്ന ആ സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ലിറ്ററേച്ചറിന്റെ ഓരോ പ്രോസും പോയട്രികളും ഒക്കെ എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? വാർ, യുദ്ധങ്ങളെ കുറിച്ചുള്ളതായിരുന്നു അല്ലെ. കോൺസിക്വൻസസ് ഓഫ് വാർ അല്ലെ, അതായത് ഇൻഫ്ലുവൻസ് ഓഫ് വാർ, ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്ത പോയട്രികളായിരുന്നു അന്നത്തെ കവികൾ എഴുതിയിരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള തെളിവുകൾ നമ്മുടെ മുൻപിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതായത് സൊസൈറ്റി, സമൂഹം ലിറ്ററേച്ചറുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. അഥവാ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. എന്തിന്? അതത് കാലഘട്ടങ്ങളിലുള്ള ഓരോ ജനങ്ങളുടെയും ജീവിതവും സംസ്കാരവും റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു കണ്ണാടിയാണ് എന്തെന്ന് പറയുന്നത്? ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസോട് കൂടി നിങ്ങൾ പഠിക്കേണ്ട, അതായത് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദി ഫങ്ഷൻസ് ഓഫ് ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ സമൂഹവും ലിറ്ററേച്ചറും അതായത് ഇത് രണ്ടുപേരും ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനെ തുടർന്ന് തന്നെ നമുക്ക് ഇനി നോക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് ലിറ്ററേച്ചറിന്റെ ഫങ്ഷൻസ്. എവിടെയുള്ള ഫങ്ഷൻസ്? സമൂഹത്തിൽ ലിറ്ററേച്ചറിന്റെ റോൾ എന്താണ്, അഥവാ സമൂഹത്തിൽ ലിറ്ററേച്ചറിന്റെ ഫങ്ഷൻസ് എന്നൊക്കെയാണ് ഇനി നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. മനസ്സിലായോ? നമുക്ക് ആദ്യം തന്നെ അതിലോട്ട് കിടക്കാം. ആദ്യത്തേതാണ് എഡ്യൂക്കേഷണൽ ഫങ്ഷൻ. എന്താണ് എഡ്യൂക്കേഷണൽ ഫങ്ഷൻ? അതായത് വിദ്യാഭ്യാസപരമായ ഫങ്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് ഇവിടെ എഡ്യൂക്കേഷണൽ ഫങ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ അഥവാ എക്കണോമിക്കൽ അഥവാ സാമ്പത്തികമായ അഥവാ സോഷ്യലായ സമൂഹവുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളെ കുറിച്ച്
ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഏത് തരത്തിലുള്ളതുമാകാം, സോഷ്യൽ ആവാം, പൊളിറ്റിക്കൽ ആവാം, മാത്രമല്ല എക്കണോമിക്കൽ സിസ്റ്റം ആവാം. ഓക്കെ, അതത് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ഘടനകളാകാം. ഇത്തരത്തിൽ ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് എഡ്യൂക്കേഷണൽ സിസ്റ്റം, എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ആയിട്ട്, അതായത് ലിറ്ററേച്ചർ നമ്മളെ ഇതിന് ലിറ്ററേച്ചറിന്റെ ഒരു ഫംഗ്ഷൻ ആണ് എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? നമുക്ക് നോക്കാം ഇതിന്റെ മറ്റൊരു, അതായത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ജോർജ് ഓർവെൽസിന്റെ. ജോർജ് ഓർവെൽസ് എന്ന് പറഞ്ഞ ഒരു പോയറ്റിന്റെ ദി അനിമൽ ഫാം എന്ന് പറഞ്ഞ ഒരു വർക്ക് ഉണ്ട്. സോ ദി അനിമൽ ഫാം എന്ന് പറഞ്ഞ വർക്കിൽ നമുക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാം. അതായത് സോവിയറ്റ് യൂണിയന്റെ ഓരോ സോഷ്യൽ ഐഡിയാസ് എന്തൊക്കെയാണ്, അതായത് സോഷ്യൽ ഐഡിയൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആ പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇതാണ് നമുക്ക് എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ, അതായത് ലിറ്ററേച്ചറിന്റെ ഫങ്ഷൻസ് അപ്പോൺ സൊസൈറ്റി. മനസ്സിലായോ? സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് ജോർജ് ഓർവെലിന്റെ ദി ആനിമൽസ് ഫാം എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? സോവിയറ്റ് യൂണിയന്റെ ഓരോ സോഷ്യൽ ഐഡിയൽസ് ആണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു ഫംഗ്ഷൻ ആണ് കൾച്ചറൽ ഫംഗ്ഷൻ, അഥവാ സാംസ്കാരികമായ സംസ്കാരത്തെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് കൾച്ചറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പ്ലേസ്, അതായത് ഒരു നിശ്ചിത സ്ഥലത്തിലെയോ അഥവാ ഒരു നിശ്ചിത കാലഘട്ടത്തിലെയോ അവിടെ വസിച്ചിരുന്ന പീപ്പിൾസ്, ജനങ്ങളുടെ സംസ്കാരവും ജീവിത രീതിയും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് തുറന്നു കാണിച്ചു തരുന്ന ഒരു ഉദ്ദേശം കൂടി എന്തിനുണ്ട്? ലിറ്ററേച്ചറിനുണ്ട്. മനസ്സിലായോ? അതായത് ഒരു സ്ഥലത്തിലെയോ ഒരു നിശ്ചിത സ്ഥലത്തിലെയോ അഥവാ ഒരു നിശ്ചിത കാലഘട്ടത്തിലെയോ ജീവിച്ചിരുന്ന ജനങ്ങളുടെ കൾച്ചർ എങ്ങനെയാണെന്നും ലൈഫ് ജീവിതം എങ്ങനെയാണെന്നും നമുക്ക് കാണിച്ചു തരിക. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സും ഏറ്റെടുക്കുന്നുണ്ട്, ലിറ്ററേച്ചർ ഇവിടെ ഏറ്റെടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കണക്കൂട്ടാവുന്ന ഒരു പുസ്തകമാണ് ചിന്നു അക്ബറിന്റെ The Things Fall Apart. The Things Fall Apart എന്ന് പറഞ്ഞ പുസ്തകം. ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇഗ്ബോ കമ്മ്യൂണിറ്റിയുടെ ഇഗ്ബോ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയിൽ നിലനിന്നിരുന്ന കുറച്ച് കസ്റ്റംസ് അഥവാ ആചാരങ്ങളും മറ്റുള്ള അനാചാരങ്ങളും, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ സംസ്കാരം എന്തായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ The Things Fall Apart എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലുള്ള ഒരു ഉദ്ദേശം കൂടി ലിറ്ററേച്ചറിന് ഉണ്ട്. ഈ ലിറ്ററേച്ചറിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കണക്കൂട്ടാവുന്ന ഒന്നാണ് ഐഡിയോളജിക്കൽ ഫങ്ഷൻസ്. മനസ്സിലായോ? അതായത് ഐഡിയോളജിക്കൽ ഫംഗ്ഷൻ എന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഏതൊരു കാലഘട്ടത്തിലും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില ഐഡിയോളജീസ് അഥവാ ചില ചിന്താരീതികള്, ഇതിനെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുവരിക, അതായത് ഇതിനെയൊക്കെ പുറത്തു കൊണ്ടുവരികയും ഇത് മറ്റുള്ള കാലഘട്ടങ്ങളിലേക്ക് കൈമാറുക, അല്ലെങ്കിൽ അവർക്ക് കൂടി ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി എന്തിനുണ്ട്? ലിറ്ററേച്ചറിനുണ്ട്. അതായത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന ഓരോ ജനങ്ങളുടെ മനസ്സിൽ വന്നിരുന്ന ഓരോ ഐഡിയോളജിക്കൽ തിങ്കിങ്സ് എന്തായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തെളിയിച്ചു തരികയാണ് ലിറ്ററേച്ചറിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് W.B. ഈസ്റ്റിന്റെ പല പോയംസിലും പല കവിതകളിലും നമുക്ക് ഐറിഷ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച്, അതായത് ഐറിഷ് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജനങ്ങളുടെ കുറച്ച് ഐഡിയോളജീസ് നമുക്ക് W.B. ഈസ്റ്റ് അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മനസ്സിലായല്ലോ? സോ ഇതാണ് ഇവിടെ ഐഡിയോളജിക്കൽ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ലിംഗ്വിസ്റ്റിക് ഫംഗ്ഷൻ. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലിംഗ്വിസ്റ്റിക് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ലിറ്ററേച്ചറിന് വായനക്കാരുടെ ഇടയിൽ വായനക്കാരുടെ വായനാശീലം കൂട്ടാനും അവരുടെ നോളേജ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അഥവാ ലിറ്ററേച്ചറിന്റെ മറ്റൊരു
ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി വായനക്കാർക്ക് വായനയോടുള്ള താല്പര്യം കൂട്ടാനും അതിലൂടെ അവർക്ക് ഒരുപാട് നോളേജ് എടുക്കാനും അവരുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു കഴിവ് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും എന്തിനു സാധിച്ചിട്ടുണ്ട്? ലിറ്ററേച്ചറിന് സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല ആക്ച്വലി വൊക്കാബുലറിക്കും ഗ്രാമർ പഠിക്കാനും എല്ലാവരെയും അഥവാ വായനക്കാരെ സഹായിച്ച ഒരു ഘടകം കൂടിയാണ് ലിറ്ററേച്ചർ. അഥവാ ലിറ്ററേച്ചറിന്റെ ഒരു ഫംഗ്ഷൻ കൂടിയാണ് ലിംഗ്വിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. സോ നമുക്ക് ഇനി നോക്കാം മറ്റൊരു ഫംഗ്ഷൻ എന്താണെന്ന്. നമുക്ക് നോക്കുമ്പോൾ എന്റർടൈൻമെന്റ് അല്ലെ, ടു എന്റർടൈൻ പീപ്പിൾ, ജനങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനും അതിനും ഒരു വലിയ പങ്ക് തന്നെ ആര് വഹിക്കുന്നുണ്ട്? ലിറ്ററേച്ചർ വഹിക്കുന്നുണ്ട്. അതായത് ഇമാജിനറി വേൾഡ്, നമുക്ക് ഇമാജിനറി വേൾഡ്സ് അഥവാ ഇമാജിനറി ക്യാരക്ടേഴ്സ്, ഇമാജിനറി ഇവന്റ്സ്, സംഭവങ്ങൾ അല്ലെ, അത്തരത്തിലുള്ള ഒരു മായാ ലോകത്തിലേക്ക് വായനക്കാരെ കൊണ്ടുപോയി എന്റർടൈൻ ചെയ്യിപ്പിക്കാനും ആർക്ക് സാധിച്ചിട്ടുണ്ട്? ലിറ്ററേച്ചറിന് സാധിച്ചിട്ടുണ്ട് അല്ലെ. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മള് ഫിക്ഷൻസ് ഒക്കെ നമുക്ക് അതിൽ ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ് അല്ലെ. ഒരുപാട് ഫിക്ഷൻസ് ഉണ്ട് അല്ലെ. സോ ഇതൊക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ലിറ്ററേച്ചറിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് എന്ത്? ടു ലിബറേറ്റ് പീപ്പിൾ, ജനങ്ങളെ കുറച്ചും കൂടി ലിബറൽ ആക്കി എടുക്കുക അഥവാ ജനമനസ്സുകളെ കുറച്ചുകൂടി ലിബറൽ ആക്കി എടുക്കുക എന്നതാണ്. എന്താണ് ഇവിടെ ലിബറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ജനങ്ങളുടെ അതത് കാലത്ത് നിലനിന്നിരുന്ന ഓരോ അൺഫേവറബിൾ കണ്ടീഷൻ, അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഇവർക്ക് തരണം ചെയ്തു പോകാനുള്ള ഒരു ശക്തി ലിറ്ററേച്ചർക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ സാധിക്കുമെന്നതാണ്. ഫോർ എക്സാമ്പിൾ, അതായത് ജനമനസ്സ് ലിബറൽ ആകുന്നതോടുകൂടി, അതായത് മനസ്സുകൾ വിശാലമാകുന്നതോടുകൂടി സംഭവിക്കുന്ന ചില നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഡിപ്രഷൻസും ബാക്കിയുള്ള സോഷ്യൽ ആയിട്ടുള്ള കസ്റ്റംസ് അഥവാ ഇൻജസ്റ്റിസ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്യായങ്ങളെ തുടർന്നും മാത്രമല്ല ജെൻഡർ ഇനിക്വാലിറ്റീസ്, മാത്രമല്ല കാസ്റ്റ് ഇനിക്വാലിറ്റീസ്, കളർ ഇനിക്വാലിറ്റീസ്, തൊട്ടുകൂടായ്മ, ഇതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ കൂടി നമുക്ക് കുറച്ചുകൂടി അത്തരത്തിലുള്ള ടോപ്പിക്കുകളെ റിലേറ്റ് ചെയ്ത് നമുക്ക് ലിബറൽ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള അൺഫേവറബിൾ കണ്ടീഷൻസിനെ നമുക്ക് തീർച്ചയായിട്ടും തരണം ചെയ്തു പോകാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു കടമ കൂടി ഏറ്റെടുക്കുന്നുണ്ട്? ലിറ്ററേച്ചർ ഏറ്റെടുക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇവിടെ നമുക്ക് ഇതിനെ തുടർന്ന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് മുൽക്ക് രാജ് ആനന്ദ് അദ്ദേഹത്തിന്റെ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ പുസ്തകം ലിബറൽ ആവാൻ, അതായത് ജനങ്ങളുടെ ഇടയിൽ ലിബറാലിറ്റി ഒരുപാട് പടർന്നു പിടിപ്പിക്കാൻ ഈ ഒരു വർക്കിന് അഥവാ അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു വർക്കിന് ഒരുപാട് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. സോ മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനുള്ളത് എന്നാണ്. ഇതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ SLM അഥവാ ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മനസ്സിലാകുന്നത് വരെ തന്നെ വായിക്കുക. 1-2 തവണ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു ലെസൺ നിങ്ങൾ പഠിക്കുക എന്നതിലുപരി മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. സോ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.